Hi everyone, welcome back to yet another episode of Travel Mug. നമ്മളിപ്പോൾ കൊടൈക്കനാൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയാണ് കേട്ടോ. നമ്മൾ ഇന്നലെ രാത്രി സ്റ്റേ ചെയ്ത പമ്പിൽ നിന്ന് ഇനി ഒരു 30 കിലോമീറ്റർ, 30 അല്ലെങ്കിൽ ഒരു 24 കിലോമീറ്റർ കൂടെ കൊടൈക്കനാലിലോട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് വരുന്ന വഴിക്കൊരു 6 അവിടെ എഴുതിയിരുന്നത് എന്താ അണ്ണാമലയാറോ അങ്ങനെന്തോ അതിൻ്റെ പേര്. പക്ഷെ നമ്മുടെ അരുവി പോലെയൊക്കെ തോന്നുന്നു. വീതി ഉണ്ടായിരുന്നു, വെള്ളം കുറവായിരുന്നു. നമ്മൾ അവിടെ പോയി പല്ല് തേച്ച് കുളിച്ച് ഫ്രഷായി ഉറക്കച്ചടവായിരുന്നുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടൊക്കെ പറഞ്ഞു. ഇപ്പം നമ്മൾ ഇന്നലെ വെച്ചിരുന്ന ഫുഡ് ബാലൻസ് ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കഴിച്ചു. ഇവിടെ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ച് വണ്ടിയെല്ലാം തിരിച്ച് സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് പാക്ക് ചെയ്ത് കയറ്റി. ഇവിടെ നിന്ന് ഒരു 24 കിലോമീറ്ററോടെ മുമ്പിലോട്ട് പോകുമ്പോഴത്തേക്ക് എവിടെത്തും? കൊടൈക്കനാലെത്തും. നമ്മളങ്ങനെ എന്തായാലും രാവിലെ പകൽ വെളിച്ചത്തിൽ ചുരത്തിലൂടെയുള്ള കാഴ്ചകൾ കണ്ട് മുമ്പോട്ട് പോവാം. എന്തായാലും നമ്മൾ ചുരം കയറി ഇങ്ങനെ മേളിലേക്ക് വന്നപ്പോഴത്തേക്ക് അടിപൊളി ഒരു വ്യൂ പോയിന്റ് കണ്ടു കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇത് നോക്കി നിങ്ങൾക്ക് ഇങ്ങനെ പറിച്ചെടുക്കട്ടെ. വേണോടാ? രണ്ടെണ്ണം വേണോ? ഗൈസ് അടിപൊളി ഒരു സ്പോട്ട് കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ കയറി വന്ന വാലിയും കുറേയൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം. ഇവിടെ മൊത്തം ഈ ലൻഡാനപ്പും ഇങ്ങനെ കിളിച്ചു പോണ്ട്. റെഡ് കളറ്, ഇവിടെ റോസ് കളറ്, തേമല. വാവ്, ഒരു രക്ഷയില്ല കേട്ടോ കാണാൻ. ക്ലൈമറ്റും സൂപ്പറാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട് ഇവിടുന്ന് തന്നെ, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അയ്യോ അടിപൊളി. എങ്ങനെയുണ്ടാ? നിന്റെ വായിലെന്തോ പഴോ? എങ്ങനെയുണ്ടാ? ഇങ്ങോട്ട് നോക്കടാ. എങ്ങനെയുണ്ടാ? അയ്യോ ചത്തേരണ്ടോ. ഞങ്ങൾ എന്തായാലും കുറച്ചു നേരം ഇവിടെ നിന്ന് സെറ്റായിട്ടേ പോകുന്നുള്ളൂ. ഇത് അടിപൊളി ഒരു വ്യൂ ആയി. അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ അടിപൊളി വ്യൂ ഒക്കെ കണ്ടു തുടങ്ങി. അല്ലടാ? എങ്ങനെയുണ്ടാ? അതൊക്കെ പറയടാ. ഇവൻ ഭയങ്കര ക്യാമറ ഷൈ കേട്ടോ. ഇവൻ ഒരു തരത്തിൽ ക്യാമറയുടെ മുമ്പിൽ വരുന്നില്ല. ഇവനെ ഒന്ന് സംസാരിപ്പിക്കാൻ വേണ്ടി ഞാൻ കിടന്ന് പണിയിടുന്നുണ്ട്. ഇവൻ ഒരു തരത്തിൽ ഇതിന്റെ മുമ്പിൽ വരുത്തൂല്ല, ഒന്നും പറയത്തില്ല. ഒരു ദിവസങ്ങളിൽ ഈ വ്ളോഗ് എടുക്കുന്ന ജിത്തു ആയിരിക്കും ഇല്ലടാ. ഞങ്ങളെന്തായാലും കുറച്ചേരം ഒന്ന് എൻജോയ് ചെയ്യട്ടെ. വീണ്ടും മേപ്പോട്ട് കയറിക്കൊണ്ടിരിക്കട്ടോ. ഇങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് രണ്ട് സൈഡിലും മരങ്ങൾ ഇങ്ങനെ വളർന്നിട്ട് ഇതാ മല നോക്കി. ദൂരം മലകളെല്ലാം അടിപൊളിയായിട്ട് തെളിഞ്ഞു തുടങ്ങി കേട്ടോ. നമ്മൾ ഏകദേശം അപ്രോച്ച് ആയി തുടങ്ങിയും തോന്നുന്നു. ഈ കാണാൻ കഴിയുമ്പോഴത്തേക്ക് ഞാൻ മല നോക്കിയടാ. അടിപൊളി. ഓ ഗൈസ് മുമ്പോട്ട് നോക്കിയേ. എന്റെ ദൈവം, ഈ റോഡ് ഒരു രക്ഷയില്ല കേട്ടോ. ഈ വ്യൂ ഒരു രക്ഷയില്ല. അടിപൊളി. ഫുള്ള് പച്ചപ്പും ആകാശത്തിന് വല്ലാത്തൊരു നീല കളറും. പോകുന്ന വഴിക്കെല്ലാം എത്തുവിന്റെ ഫ്രണ്ട്സ്. നമ്മളൊരു ഹെയർ പിൻ കയറാൻ പോവാ കേട്ടോ. ഇന്നലെ രാത്രി ഇരുട്ടായിരുന്നുണ്ട്. ഹെയർ പിന്നിന്റെ ഒന്നും ആ ഒരു സൗന്ദര്യം അങ്ങോട്ട് ശരിക്കും കാണാൻ പറ്റിയിട്ടില്ല. അവിടെ നിന്ന് നീർച്ചാൽ വരുന്നുണ്ട്. സേവ് വൈൽഡ് ലൈഫ് എന്നൊക്കെ പറഞ്ഞ് ബോർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഹൈവേ ഡിപ്പാർട്ട്മെന്റിന്റെ. നമ്മൾ കയറി വന്നപ്പോഴത്തേ ഫുള്ള് യൂക്കാലി മരത്തിന്റെ ഇടയിലായി കേട്ടോ. മരങ്ങൾ നോക്കി തിങ്ങി നിറഞ്ഞ മരങ്ങൾ നിൽക്കുന്നുണ്ടോ രണ്ടിന്റെ സൈഡിലായിട്ടും. അക്കേഷ്യയാണോ യൂക്കാലിയാണോ? യൂക്കാലിയാണെന്നാണ് തോന്നുന്നത്. ഇത് നോക്കി മേപ്പോട്ട് നോക്കിയത്. ഓ അടിപൊളി. ഭയങ്കര രസമുണ്ട് കേട്ടോ വണ്ടി ഡ്രൈവ് ചെയ്യാൻ വേണ്ടി. ഇതുവഴി വല്ലാത്തൊരു ഫീല്. ഈ മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് ആ മരത്തിന്റെ ഈ മരം ഫുള്ള് ഇവിടെ ഡെൻസ് ആയിട്ട് വളർന്ന് നിൽക്കും കേട്ടോ. ഞാനിവിടെ ഒരു അണ്ണന്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് യൂക്കാലിയാണെന്നാണ് പറഞ്ഞത്. യൂക്കാലി മരത്തിന്റെ ചാകര കേട്ടോ. തിങ്ങി നിറഞ്ഞങ്ങോട്ട് വളർന്ന് നിൽക്കും കേട്ടോ. മരത്തിന്റെ അല്ലേ?
ഗൈസ് ആ മരത്തിന്റെ ഒക്കെ കളർ നോക്കി, നല്ല മഞ്ഞ കളർ ഉണ്ട് യൂക്കാലി മരത്തിനൊക്കെ. മരത്തിന്റെ കളർ തന്നെ ഒരു വ്യത്യാസപ്പെട്ട കളറല്ലേ. നോക്കി നോക്കി മഞ്ഞളൊക്കെ വാരി പൂശിയൊന്നുമില്ലടാ. അടിപൊളിയല്ലേ, രസമുണ്ട് കേട്ടോ. മരത്തിന്റെ കളറൊക്കെ തന്നെ കാണാൻ ഭയങ്കര രസം. നമ്മുടെ മഞ്ഞളൊക്കെ ദേഹത്ത് പെൺപിള്ളേരൊക്കെ തേച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു കളർ ആവത്തില്ലേ, അതുപോലെയാണ് ആ മരത്തിന്റെ കളർ കേട്ടോ. അടിപൊളി. നമ്മളിങ്ങനെ കയറി ഇനി ഏകദേശം ഒരു 16 കിലോമീറ്റർ കൂടെ ഉണ്ട് പ്ലാവര. 59 കിലോമീറ്റർ പ്ലാവരയൊക്കെ പോണം നമുക്ക്. അമ്മ നോക്കിയോ പോയല്ലേ നമുക്കിനി ഏകദേശം 16 കിലോമീറ്റർ ഉണ്ട് കൊടൈക്കനാലിന്. 16 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കൊടൈക്കനാലെത്തും. അതുവരെ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവാം. മരം കൊണ്ട് മുടിഞ്ഞ് ചടിക്കും കേട്ടോ. ചുരമൊന്നും നോക്കത്തില്ല, ബാക്കി ഒന്ന് ഓണടി. അപ്പൊ നമ്മളിങ്ങനെ ഫ്രണ്ടിലേക്ക് തന്നെ പൊക്കോണ്ടിരിക്കുകയാണ്. അതിമനോഹരമായ കാഴ്ചകൾ, അതുപോലെ തന്നെ അതിമനോഹരമായ ക്ലൈമറ്റ്. നല്ല തണുപ്പുണ്ട്, നല്ല രസമുണ്ട്. അതെ, ഇതാണോ ഇനി യൂക്കാലി? ഇത് ആ മരം തന്നെയല്ലേ? പക്ഷെ അവിടെ കണ്ട മരത്തിന്റെ കളർ വ്യത്യാസം ഉണ്ടായിരുന്നല്ലേ. പോകുന്നുണ്ട് അവിടെ ഏതോ സെറ്റിൽമെന്റ്സ്. നമ്മൾ ഏകദേശം എത്താറായി ആ ടൗണിന്റെ വല്ലതും ആയിരിക്കും. അവിടെ റേഞ്ച് ഇട്ടായിരിക്കും. നമ്മളിങ്ങോട്ട് കയറുന്ന വഴിക്ക് റേഞ്ച് ഒക്കെ കുറവാണ് കേട്ടോ. മേളിൽ ചെല്ലുമ്പോഴത്തേക്ക് കാണുമായിരിക്കും. ചെവിയൊക്കെ അടയ്ക്കുന്നുണ്ട്. നമ്മൾ ആ ചുരം കയറുന്ന എന്തായാലും ചെവിയെല്ലാം അടയ്ക്കുന്നുണ്ട്. നമ്മൾ കൊടൈക്കനാൽ റൂട്ടിലോട്ട് തിരിഞ്ഞു കേട്ടോ. നമ്മൾ അവിടെ നിന്ന് നേരെ വന്നിട്ട് കഴിഞ്ഞൊരു ബാക്കിലൊരു ജംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് പളനി റൂട്ട്. പളനി പിന്നെ വേറൊരു സ്ഥലത്തോട്ട് പോകുന്ന റൂട്ട്. അവിടെ നമ്മൾ ലെഫ്റ്റ് ചെക്ക് പോസ്റ്റ് കയറി. ചെക്ക് പോസ്റ്റ് ആയിരുന്നുണ്ടോ വീഡിയോ എടുക്കാൻ. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റ് കയറി. ഇപ്പൊ നമ്മൾ കൊടൈക്കനാലോട്ട് റൂട്ടിൽ കയറി കൊടൈക്കനാൽ വീണ്ടും ലക്ഷ്യമാക്കി പൊക്കോണ്ടേയിരിക്കുന്നു. എൻട്രി ഫീസ് അല്ല, റിട്ടേൺ വരുമ്പോൾ കൊടുക്കാം. റിട്ടേൺ கிடையாது. സീസൺ എപ്പടി വെതർ എപ്പടി കുളിരാണ്. നമ്മളങ്ങനെ കൊടൈക്കനാലോട്ട് എൻട്രി ചെയ്തു കേട്ടോ. എൻട്രി ഫീസ് നമ്മുടെ വണ്ടിക്ക് 60 രൂപ എൻട്രി ഫീ. അങ്ങനെ നമ്മള് കൊടൈക്കനാലിലോട്ട് എൻട്രി ചെയ്തു. ടോൾ ഉണ്ടായിരുന്നു, തിരിച്ച് റിട്ടേൺ ഇല്ല. നമ്മൾ അകത്തോട്ട് എൻട്രി ചെയ്തു. എൻട്രി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഈ വെള്ളച്ചാട്ടം മുമ്പിൽ ഇത് ഭയങ്കര ഫീൽസ് ഉണ്ട്. നമ്മൾ ഈ സ്പോട്ട് ഭയങ്കര ഇവിടെ ഫുള്ള് കടകളും കാര്യങ്ങളും ഉണ്ട്, കച്ചവടം. ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. ഇത് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ തന്നെ അടിപൊളി. ഇവിടെയൊക്കെ ഫുള്ള് കടയും കാര്യങ്ങളും. വളഞ്ഞങ്ങാരം ഓർമ്മ വരുന്നല്ലേ? കറക്റ്റ് നമ്മുടെ വളഞ്ഞങ്ങാരം പോലെ. വാഗമണ് വരുമ്പോൾ വളഞ്ഞങ്ങാരം ഫോൾസ് പോലെ ആ ഒരു വെള്ളച്ചാട്ടം. അതിനോട് ചേർന്ന് ഫുള്ള് കച്ചവടം. ഫുള്ള് ടൂറിസ്റ്റ് ആണോ. നല്ല തിരക്കും ആൾക്കാരും ഉണ്ട്. പൈസ നമ്മള് ടൗൺ എത്തി കേട്ടോ. അങ്ങോട്ട് നോക്കി, ടൗൺ എല്ലാം ഇവിടെ കാണാണ്ടോ. നോക്കിയടാ, വീടുകളും ബിൽഡിങ്സും അത് ഇത് എല്ലാം ഇങ്ങനെ അടിപൊളിയല്ലേ. അല്ല മലയാള മണ്ടലെല്ലാം അടുക്കി പെറുക്കി എന്തോ വെച്ചിരിക്കുന്ന പോലെ അടിപൊളി സെറ്റിൽമെന്റ്സ് ഒക്കെ നോക്കി. നമ്മള് കൊടൈക്കനാല് ജംഗ്ഷൻ, കൊടൈക്കനാല് ടൗണിലെത്തി കേട്ടോ. കറക്റ്റ് സെൻട്രൽ സ്ക്വയർ. ലേക്കിലോട്ടുള്ള വഴി അതാണ് എഴുതിയിരിക്കുന്നത്. ബസ് സ്റ്റാൻഡ്, എൻട്രി, കൊച്ചി എയർപോർട്ട്. ഇതില് നമുക്കൊന്ന് റൗണ്ട് അടിച്ച് നോക്കാം. ഇതിലിപ്പോ കറക്റ്റ് നേടാ ലേക്ക്. ഒബ്സർവേറ്ററി, ബ്രെയിൻഡ് പാർക്ക്. നമ്മളിപ്പോ ലേക്കിന്റെ സൈഡിലൂടെ പോയിക്കൊണ്ടിരിക്കട്ടോ. കിഡിലും കുതിരകൾ നിൽക്കുന്നുണ്ടോ അവിടെ നോക്കി. കുതിരകൾ നിൽക്കുന്നുണ്ടോ? നമ്മളെ കിഡിലും കുതിര നോക്കി. നല്ല സൈസ് കുതിരകളാണ് കേട്ടോ നിൽക്കുന്നത്.
ഹോഴ്സ് റൈഡിങ്ങിനുള്ള സാധനങ്ങളും. ഇവിടെ സൈക്കിൾ ഉണ്ട്, സൈക്കിൾ നമുക്ക് റെന്റ് ഔട്ട് ചെയ്യാം. കുതിരപ്പുറത്തൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. നമ്മള് ലേക്കിനെ ചുറ്റി ഒരു റൗണ്ട് ഇങ്ങനെ കറങ്ങി വന്നുണ്ട്. അപ്പൊ ലേക്കിന്റെ സൈഡിലത്തെ വഴിയിൽ കൂടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക മുമ്പോട്ട് എന്താണെന്ന് നോക്കാൻ വേണ്ടി. നമുക്ക് എന്തായാലും കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി നോക്കാം. അതായത് ഡബിൾ ബൈക്ക് ഉണ്ട് ഇവിടെ. ഫുൾ ആൾക്കാർ സൈക്കിളൊക്കെ റെന്റ് ഔട്ട് ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മളിതേ ലേക്കിന്റെ സൈഡിൽ കൂടെയുള്ള വഴിയിൽ കൂടി ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. എനിക്ക് തോന്നുന്നു ഈ വഴി ഇങ്ങനെ റൗണ്ട് ചെയ്ത് തിരിച്ച് അവിടെ തന്നെ വരുവാണെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ നമ്മുടെ വണ്ടി ലേക്കിന്റെ ബാക്കിലായിട്ടുള്ള റോഡിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് ഞാനും ജിത്തുവും കൂടി ഇങ്ങനെ സൈറ്റ് സീയിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് ലേക്കിന്റെ ബാക്ക് വശം ഇങ്ങേ സൈഡാണ്. ഇത് ആ സൈഡാണ് ബോട്ടിങ്ങും കാര്യങ്ങളെല്ലാം ഉള്ളത്. ഇങ്ങോട്ടൊന്നും ആരുമില്ല. ഞങ്ങളിങ്ങനെ നടന്ന് ഈ സൈഡെത്തി. നല്ല തണുപ്പുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല തണുത്ത ക്ലൈമറ്റാണ്. ഞാൻ വെതർ നോക്കിയപ്പോഴത്തേക്ക് ബിലോ 20 ഡിഗ്രിയാണ്. കൊള്ളാം, നല്ല രസമുണ്ട് കേട്ടോ. എങ്ങനെയുണ്ടോ തണുപ്പ്? ഇതുവഴി ഒത്തിരി അങ്ങോട്ട് ആൾക്കാരൊന്നും പോകുന്നില്ല കേട്ടോ. ഞങ്ങളിങ്ങനെ ആൾക്കാർ കുറഞ്ഞ സ്ഥലമൊക്കെ നോക്കി ചുമ്മാ വണ്ടി എന്തായാലും പാർക്ക് ചെയ്യാൻ ഇങ്ങനെ വന്നപ്പോഴാണ് കിട്ടി. നമ്മൾ അതിലേക്ക് ഇറങ്ങി ബാക്ക് സൈഡ് വന്നപ്പോഴാണ് പാർക്ക് ചെയ്യാൻ ഒരു ഇത്തിരി സ്പേസ് കിട്ടിയത്. അപ്പോൾ അവിടെ വണ്ടി ഇട്ടിട്ട് പിന്നെ ഞങ്ങൾ എന്നാ വിചാരിച്ചു ഇങ്ങനെ മൊത്തത്തിലൊന്ന് കറങ്ങി നടന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇവിടെ നോക്കിയാലും ഭയങ്കര രസമാട്ടോ എല്ലാം കാണാൻ. ഇവിടുത്തെ മരങ്ങളായാലും ചെടികളായാലും പൂക്കളായാലും എല്ലാത്തിനും ഭയങ്കര ഭംഗിയാണ്. അവിടെ ആ മലയിലൊക്കെ ഓരോ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന കാണാം. അതൊക്കെ കാണാൻ തന്നെ ഭയങ്കര ഭംഗി. അങ്ങനെ ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ലേക്കിൻ്റെ ബാക്കിലത്തെ വഴി കൂടെ ഇത് കണ്ടോ, ആ പിള്ളേരൊക്കെ സൈക്കിള് റെൻറ്റ് ചെയ്തിട്ട് വരുന്ന പിള്ളേരാട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടന്ന് മുമ്പോട്ട് പോകുന്നു. നമ്മൾ നടന്ന് കുറേ മുമ്പിലോട്ട് വന്നു കേട്ടോ. കുറേ മുമ്പിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇത് ഇവിടെ ബാക്ക് വശത്ത് കുറേ വീടുകളും കാര്യങ്ങളും സ്കൂളോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ഈ മലയിൽ ഇങ്ങനെ തട്ടായിട്ട് ഓരോ വീടുകളും കാര്യങ്ങളൊക്കെ ഇരിക്കും. അതുപോലെ അവിടെ ഒരു മരം കണ്ടോ, അതേ ഇടവിട്ട് ഓരോ മരം കണ്ടോ. അതിനകത്ത് റോസ് കളറിലെ പൂവ് ഉണ്ടായിരിക്കും കേട്ടോ. അത് ആ മരം ആ പച്ചപ്പിനിടയ്ക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ടോ, അതൊരു ഭയങ്കര രസമുണ്ട്. ഈ സൈഡിലോട്ടൊന്നും ഇങ്ങോട്ടൊന്നും ആരും ഇല്ല കേട്ടോ. ഈ സൈഡിലോട്ടൊന്നും ആൾക്കാരെ കാണുന്നതേ ഇല്ല. ഇവിടെയുള്ള ആൾക്കാരും കുറച്ച് കടയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളൂ. ഞങ്ങളെന്തായാലും ആ സൈഡ് എവിടെയോ ആണ്, അങ്ങ് അവിടെ എവിടെയോ ആണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. അവിടുന്ന് നമ്മളിങ്ങനെ നടന്ന് ഒരു റൗണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഫുള്ള് റൗണ്ടൊന്ന് ചുറ്റാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് ചുറ്റി നോക്കണം, അതാണ് പ്ലാൻ. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് മുമ്പോട്ട് പോവാണ്. നല്ല രസമുണ്ട്, നല്ല തണുപ്പുണ്ട്. നിനക്കെന്തുണ്ട്? നോത്ത് നോക്കി പറടാ. നല്ല തണുപ്പുണ്ട്. നമ്മളിപ്പോൾ ഒരു റൗണ്ട് അടിച്ച് നമ്മുടെ ഈ കൊടൈക്കനാൽ ലേക്കിന്റെ എൻട്രൻസിന്റെ അവിടെ വന്നിട്ടോ. എൻട്രൻസിന്റെ അവിടെ വന്നപ്പോഴത്തേക്ക് ഇത് ഹോഴ്സ് ഷെൽട്ടർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറെ കുതിരകളെ നിർത്തിയിരിക്കുന്നുണ്ടോ. ഭയങ്കര രസമുണ്ടോ കേട്ടോ, അടിപൊളി. ഈ നിൽക്കുന്നവൻ അവൻ അടിപൊളി സൈസ്. ഇതുപോലെ ഒരു 5-6 കുതിരകൾ അങ്ങോട്ടെല്ലാം ഇങ്ങനെ നിൽപ്പുണ്ട്. ഇത് റൈഡിങ്ങിനായിട്ട് നിർത്തിയിരിക്കുന്ന കുതിരകളാണ് കേട്ടോ. ഇവിടെ ആൾക്കാരൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന കുതിരകളാണ്. അതുപോലെ തന്നെ ഇവിടെ കച്ചവടവും കാര്യങ്ങളും അങ്ങനെയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. അത്യാവശ്യം ചെറിയ തിരക്ക് കാര്യങ്ങൾ. ഞങ്ങളെന്തായാലും ലേക്കിന് ഇവിടുന്ന് വിടും കേട്ടോ. ഇവിടുന്ന് വിട്ടിട്ട് നമുക്ക് മുമ്പോട്ട് നീങ്ങാം, അടുത്ത സ്പോട്ടിലോട്ട് പോവാം. കൊടൈക്കനാൽ ടൗണിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും കേട്ടോ. ഇനി കോക്കേഴ്സ് വാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അതെവിടെയാണ് കണ്ടുപിടിച്ചിട്ട് ഒന്ന് കാണാൻ പോകുന്നത്. അതായത് ബസ് സ്റ്റാൻഡിലോട്ട് കയറി പോകുന്ന വഴി. ആയിരത്തിൽ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അല്ല, കോക്കേഴ്സ് വാക്ക് ടൗണിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ റോഡൊക്കെ ചെറിയ റോഡുകളാണോ, വലിയ സർവ്വ സൗകര്യമൊന്നും ഒന്നുമില്ല. റോഡെല്ലാം ചെറുതാണ്. പക്ഷെ ബിൽഡിങ്സും കാര്യങ്ങളെല്ലാം അത്യാവശ്യം കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ചോക്ലേറ്റ്സ് ഉണ്ട് കേട്ടോ. കൂടുതലും ഡാർക്ക് ചോക്ലേറ്റിന്റെ കച്ചവടമൊക്കെ ഇവിടെ നടക്കുന്നത്. ഈ സ്പൈസസ്, ചോക്ലേറ്റ്സ്,
സ്പൈസസ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ മറ്റേ അങ്ങനെ ഏലക്ക ഗ്രാമ്പു അങ്ങനെയൊന്നും കാണുന്നില്ല. കാപ്പി, തേയില, ഈ വക സാധനങ്ങൾ. പിന്നെ കൂടുതലും അതിനേക്കാളും കൂടുതലായിട്ട് ചോക്ലേറ്റ് ആണോ, ഡാർക്ക് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ്, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ്, അങ്ങനെ അതെല്ലാം കാണുന്നത്. ഇതിപ്പോൾ എല്ലാം നമ്മൾ ടൗണിനകത്ത് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ടൗണിൻ്റെ വ്യൂ ആവട്ടെ കണ്ടോണ്ടിരിക്കുന്നത്. ഇവന്മാരുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്കാം. അണ്ണാ കോക്കേഴ്സ് വാക്ക് കോക്കേഴ്സ് വാക്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. വണ്ടി ഇത് ഇവിടെ പാർക്കിംഗ് ഒക്കെ കുറവാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് കുറേ വണ്ടികളെല്ലാം റോഡ് സൈഡിൽ ഒതുക്കിയേക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ വണ്ടി നമ്മൾ കൊണ്ട് റോഡ് സൈഡിൽ ഒരിടത്ത് സേഫായിട്ട് ഒതുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ അങ്ങ് താഴെ വാലിയുടെ അടിപൊളി ഒരു വ്യൂ കാണാം കേട്ടോ. നമ്മളിത് ഈ ഒരു വഴിയിലാണ് കൊണ്ട് വണ്ടിയിട്ട് ഞങ്ങളങ്ങനെ മുമ്പോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടെ കോക്കേഴ്സ് വാക്ക് കാണാൻ വേണ്ടിയിട്ട്. അവിടെ എന്താ ഉള്ളതെന്നൊന്നും അറിഞ്ഞൂടാ. വ്യൂ പോയിന്റ് ആണെന്ന് കേട്ടു. വലിയ സംഭവമാണോ എന്താണെന്നൊന്നും അറിഞ്ഞൂടാ. എന്തായാലും പോയി ഒന്ന് കാണാം. ടൗണിനകത്ത് വന്നതല്ലേ. എനിക്ക് ഈ ടൗണെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു. നടന്നും വണ്ടി ഓടിച്ചും ഡ്രൈവ് ചെയ്തും നടന്നൊക്കെ. ഈ ടൗണിൽ കൂടെയൊക്കെ ആകുമ്പോൾ ഡ്രൈവ് ചെയ്യുന്നതിനേക്കാട്ടിലും കുറേ നമ്മൾ ഇറങ്ങി നടക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ആൾക്കാരെ കാണാനും കാര്യങ്ങൾ അറിയാനും അവിടുത്തെ ജീവിതങ്ങൾ, ചുറ്റുപാട്, കാര്യങ്ങൾ ഇതെല്ലാം അറിയാൻ പറ്റും. അതുകൊണ്ട് ജസ്റ്റ് ഒരു വാക്ക് പ്രിഫർ ചെയ്ത് ഇറങ്ങി കേട്ടോ. കൊള്ളാം. ക്ലൈമറ്റ് അടിപൊളിയായതുകൊണ്ട് പിന്നെ ഒന്നും പറയാനില്ല. ചൂടൊത്തിരി ഇല്ലാത്തതുകൊണ്ട് നല്ല സുഖം. എത്ര നടന്നാലും മടുക്കത്തില്ല. നമ്മളിവിടെ ഫ്രഷ് ക്യാരറ്റ് കുറച്ച് മേടിച്ചു കേട്ടോ. നമുക്ക് ഉച്ചയ്ക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം ക്യാരറ്റ് വെച്ചിട്ട്. ഉച്ചയ്ക്ക് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ക്യാരറ്റ് കൊണ്ടൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. നല്ല തണുപ്പ്. ആഹാ, ചെടിയൊക്കെ ഉണ്ട് കേട്ടോ. ക്യാരറ്റിൻ്റെ ചെടി കണ്ടിട്ടില്ലാത്തവർക്ക് ഇത് ഇങ്ങനെ കേട്ടോ ക്യാരറ്റിൻ്റെ ചെടി ഇരിക്കുന്നത്. ഇതാ ക്യാരറ്റിൻ്റെ ചെടി. നമ്മളങ്ങനെ നമ്മുടെ കോക്കേഴ്സ് വാക്ക്, നമ്മൾ തിരക്കി നടന്ന കോക്കേഴ്സ് വാക്കിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു ആർച്ചൊക്കെ പണിഞ്ഞ് നല്ല രസമുണ്ട്. ഇവിടെ ഇനി എൻട്രി ഫീ ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊന്നും അറിയത്തില്ല. അത് നമുക്ക് അകത്തോട്ട് കയറി നോക്കുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ വാലിയുടെ നല്ലൊരു വ്യൂ കാണാം കേട്ടോ. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് കൊടൈക്കനാൽ ടൗണിൻ്റെ ആ ഒരു വ്യൂ കാണാം കേട്ടോ. വീടുകളും ബിൽഡിങ്സും എല്ലാം ഇങ്ങനെ നോക്കി നിരന്ന് തീപ്പെട്ടിക്കൂർ അടുക്കി വെച്ചിരിക്കുന്നവരുണ്ട്. ഞങ്ങളെന്തായാലും അകത്തോട്ട് കയറാൻ പോവാണ്. എൻട്രൻസ് ഇവിടാണ്. ഞങ്ങൾ താഴെ നിന്ന് എൻട്രി ടിക്കറ്റും കാര്യങ്ങളെല്ലാം എടുത്ത് ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ മുമ്പോട്ട് വന്നപ്പോൾ തന്നെ അതിൻ്റെ വ്യൂ തുടങ്ങി കേട്ടോ. ഒരു രക്ഷയില്ലാത്ത മാരക വ്യൂ. എവിടെ നോക്കിയാൽ അങ്ങ് അറ്റം വരെ ഏതൊക്കെയോ സ്ഥലം വരെ കാണാം. എൻ്റെ ദൈവമേ, അടിപൊളി. നോക്കി ഇവിടെ ഫുള്ള് മല, അത് ഇത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടുന്ന് അങ്ങ് താഴെ ഏതോ തടാകം, അത് ഇതൊക്കെ അങ്ങ് ഊട്ടിക്ക് താഴെ വല്ലതും ആയിരിക്കും അല്ലേ. അങ്ങ് ദൂരം അവിടെ ഏതോ ഒരു ടൗൺ കാണുന്നുണ്ട്. അങ്ങ് ബാക്കിലായിട്ട് വലിയ ഏതോ എന്തോ ഇത് ഡാമോ എന്തോ ഒരു സംഭവം ഇവിടെ ആയിട്ട് ഇങ്ങനെ കാണാം. വ്യൂ അല്ലേ. ഇത് ക്യാമറയിൽ അത്രയും കിട്ടുന്നില്ല കേട്ടോ. നേരിട്ട് കാണാനായിട്ട് ഭയങ്കര വാസ്റ്റായിട്ടുള്ള ഏരിയയിൽ നമ്മുടെ കണ്ണിങ്ങനെ എത്തും. അത്രയുണ്ട് സംഭവം. നേരിട്ട് കാണാനുള്ള ആ ഒരു ഇത് ക്യാമറയിൽ കിട്ടുന്നില്ല. അടിപൊളി, രക്ഷയില്ല കേട്ടോ. ഇത് വേറെ തന്നെ വൈബാണ് കേട്ടോ. വേറെ തന്നെ ഒരു വ്യൂ ആണ് ഇവിടെ നിന്നിട്ട് ഇത് കാണാൻ വേണ്ടി. ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി, ഭയങ്കര വാസ്റ്റായിട്ട് നമ്മുടെ കണ്ണെത്തുന്നില്ല. നമ്മുടെ കണ്ണെത്താത്തതുപോലെ ഇതിങ്ങനെ പരന്ന് കിടക്കുക. ദേ അവിടോട്ടൊക്കെ നോക്കുമ്പോഴത്തേക്ക് അവിടെയൊക്കെ ടൗൺ, നമ്മൾ താഴെ നിന്ന് കയറി വന്ന എന്തിലാണോ ഇനി അങ്ങോട്ടുള്ള ടൗൺ ആണെന്ന് അറിയത്തില്ല. ദേ അവിടെയൊക്കെ ടൗൺ കാണാം. അതിനപ്പുറം അതിനങ്ങേയറ്റത്ത് ഡാമാണ്. എന്തോ ഒരു വലിയ വെള്ളം കെട്ടി കിടക്കുന്നൊരു സംഭവം കാണാം. നല്ല ആറോ ഡാമോ എന്താണെന്നൊന്നും അറിയാൻ വയ്യ. പിന്നെ അതിനിടയ്ക്കൂടെ ഇങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് കയറി വന്ന റോഡ് കാണാം. അതുവഴി വണ്ടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നതാണ് ആ റോഡിൽ കൂടെ. ഒരു രക്ഷയില്ല കേട്ടോ. പക്ഷെ നമ്മൾ നേരിട്ട് നമ്മുടെ ഈ കണ്ണുകൊണ്ട് കാണുന്നത് ക്യാമറയിൽ കൂടെ അത്രയും കിട്ടുന്നില്ല. നമ്മുടെ നേരിട്ടുള്ള കണ്ണിന് കിട്ടുന്ന ഒരു കാഴ്ച ക്യാമറയിൽ കൂടെ കിട്ടുന്നില്ല. അത്രയ്ക്ക് ഭംഗിയാണ്. നമ്മുടെ കണ്ണ് സത്യം പറഞ്ഞാൽ എത്തുന്നില്ല. അങ്ങ് ദൂരെ ആ മേഘത്തിനിടയ്ക്കോട്ട് അവിടെ എല്ലാം നമുക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ബിൽഡിങ്സ് കാണാം കേട്ടോ. അങ്ങ് അവിടെ എല്ലാം ഈ ബിൽഡിങ്സും സംഭവം എല്ലാം കാണാം. എനിക്കൊന്ന് തമിഴ്നാടിൻ്റെ ഒരു ഏറെക്കുറെ അല്ല, അത്യാവശ്യം നല്ലോണം ഇവിടെ നിന്നൊക്കെ അത്രയ്ക്കുണ്ട്. ഇപ്പം നമ്മൾ
റൂട്ടിൽ ആ റൂട്ടാണെന്ന് തോന്നുന്നു, ഗുണാക്കിയും എല്ലാം വരുന്ന ആ റൂട്ടാണെന്ന് തോന്നുന്നു. അപ്പൊ നമ്മള് പൈൻ വാലി റൂട്ടിൽ ഇങ്ങനെ വണ്ടി ഓടിച്ച് പൊക്കോണ്ടിരിക്കുക. നല്ലോണം വിശക്കുന്നുണ്ട്. ഉച്ചയൊക്കെ കഴിഞ്ഞ സമയം. കുക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ. പറ്റുമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം. നമ്മളിതിപ്പോ ഒരു ഫോറസ്റ്റിനകത്തൂടെ പൊക്കോണ്ടിരിക്കുന്നത് കേട്ടോ. ഫോറസ്റ്റ് റൂട്ടാണ്, രണ്ട് സൈഡ് നല്ല തിക്ക് ഫോറസ്റ്റ് തന്നെയാണ്. നല്ലത് കേൾക്കുന്നുണ്ടോ ചീവീടിന്റെ സൗണ്ട്? അതുപോലെ ചീവീടിന്റെ സൗണ്ട് കേട്ടോ, ഭയങ്കര ശബ്ദമാണ്. നമുക്ക് റോഡിൽ നിൽക്കുമ്പോൾ തന്നെ ചെവി അടിച്ചു. അതുപോലെ കൂട്ടത്തോടെ ഇരുന്ന് കരയുന്ന കേൾക്കാം. നമ്മളങ്ങനെ ഈ റോഡിൽ കൂടെ ഇപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മള് ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വണ്ടി നിർത്തി ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയതുണ്ടോ. ലേറ്റ് ആയിപ്പോയി. അത് കഴിഞ്ഞിട്ട് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എല്ലാം തീർന്ന് ഇപ്പൊ സമയം ഒരു 6:30 ആയി. തണുത്തിട്ടിരിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് ഇവിടെ. ഇങ്ങനെ തണുത്ത് വിറകൊള്ളിച്ച് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലം അന്വേഷിച്ച് നടക്കും കേട്ടോ. പമ്പോ കാര്യങ്ങളോ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഹിൽ സ്റ്റേഷൻ ആയതുകൊണ്ട് ഉള്ള പമ്പുകളെല്ലാം കൊച്ചു കൊച്ചു പമ്പുകളാണ്. അപ്പൊ നമുക്ക് അതിനകത്തൊന്നും കയറ്റി പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ലേക്കിനടുത്തൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്യാൻ അലൗഡ് അല്ല എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പൊ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്ത് നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് അന്വേഷിച്ചിങ്ങനെ നടക്കട്ടോ. ഞങ്ങള് ഏതൊക്കെയോ ടൗണിന് സൈഡിലുള്ള ഏതോ വൺ വേ കൂടെ ഒക്കെ കയറി ഇങ്ങനെ നടക്കും. എന്തായാലും നമുക്ക് ആദ്യം ഒരു ഹിൽ സ്റ്റേഷൻ വരെ ഒന്ന് പോയി നോക്കണം. എന്തായാലും നോക്കാം, എന്തെങ്കിലും ഒരു സ്റ്റേ കിട്ടുമോ നോക്കാം. നമ്മളിത് കൊടൈക്കനാൽ ജംഗ്ഷനിൽ തന്നുള്ളൊരു പെട്രോൾ പമ്പിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ വണ്ടി ഒതുക്കിയിട്ട് നമ്മൾ വെള്ളം റീഫിൽ ചെയ്യാം കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടെ കിടക്കാൻ പറ്റത്തില്ല, കാരണം ഇതൊരു കൊച്ചു പമ്പാണ്. ഹിൽ സ്റ്റേഷനൊക്കെ ആയതുകൊണ്ട് ചെറിയ പമ്പാണ്, ഒത്തിരി സ്ഥലമോ കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ഇവിടെ കിടക്കാൻ പറ്റത്തില്ല. ജിത്തു ദേ ഇവിടെ വെള്ളം റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുക. ജിത്തു ഇവിടെ മിഷനകത്തുനിന്ന് വെള്ളം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ബോട്ടിൽ. നമുക്ക് രാത്രി കുടിക്കാൻ വേണ്ടി. കാരണം നമുക്ക് ഇവിടുന്ന് കുറച്ച് ഉള്ളിൽ എവിടെയെങ്കിലും പോയി കിടക്കാം. കാരണം ടൗണിൽ കിടക്കാൻ സ്ഥലമില്ല. അതുപോലെ തന്നെ പെട്രോൾ പമ്പിലൊന്നും നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് കുക്ക് ചെയ്തൊരു സ്ഥലമുണ്ട് കുറച്ച് ഇവിടുന്ന് ഒരു പൈൻ വാലി വന്ന റൂട്ടിൽ. ഫോറസ്റ്റിൻ്റെ അടുത്ത് തന്നെ. ഇവിടുന്ന് കുറച്ചുകൂടെ ഒരു 3-4 കിലോമീറ്റർ ഉള്ളിലോട്ട് ഓടിപ്പോണം. ഇന്ന് രാത്രി അവിടെ പോയി സ്റ്റേ ആണെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. കൊച്ചു പമ്പാട്ടോ, കൊച്ചു പമ്പ. സ്ഥലമില്ലാത്തതുകൊണ്ടാണ് നമുക്കിവിടെ കിടക്കാൻ പറ്റാത്തത്. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് കൊടൈക്കനാൽ ജംഗ്ഷൻ. കറക്റ്റ് സെൻട്രൽ പോർഷനിലാട്ടോ. ഈ ഹെയ്മാസ്റ്റ് ഈ സെൻട്രൽ പോർഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ പമ്പും കറക്റ്റായ സെൻട്രൽ പോർഷനിലാട്ടോ. ഞങ്ങളൊന്ന് നടക്കാനൊക്കെ ഇറങ്ങിയായിരുന്നു വൈകുന്നേരത്തെ എങ്ങനെ ടൗൺ ആക്റ്റീവ് ആണോ എന്നൊക്കെ കാണാൻ വേണ്ടി. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ടൂറിസ്റ്റുകൾ തന്നെയാണ് കൂടുതലും. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റ് പോകുമ്പോഴത്തേക്ക് ബസ് സ്റ്റാൻഡാണ്. റൈറ്റ് കയറി പോകുന്നത് ലേക്ക്. ഊട്ടിയിലെ അത്രയും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടൂറിസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളിവിടെ ജംഗ്ഷനിൽ നിന്ന് വണ്ടി എടുത്തു കേട്ടോ. നമ്മൾ ജംഗ്ഷനിൽ നിന്ന് വണ്ടി എടുത്തിട്ട് ബസ് സ്റ്റാൻഡ് ഭാഗത്തോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഉള്ളിലോട്ടാണ് നമുക്ക് കയറി പോകുന്ന വഴി. ഇത് കേട്ടോ, ഇവിടുത്തെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഷോപ്സും കാര്യങ്ങളും ഒക്കെയാണ് കാണുന്നത്. ഫുള്ള് കൂടുതലും ഇതുപോലെ ചോക്ലേറ്റ് ഫാക്ടറി, കൂടുതലും ഇതുപോലത്തെ ചോക്ലേറ്റ് ഷോപ്സ് തന്നെയാണ് ഇവിടെ കൂടുതൽ. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് റെസിഡൻസികളും ഹോട്ടലും അതുപോലെ തന്നെ ചോക്ലേറ്റ് ഷോപ്സ് ഇതൊക്കെയാണ് കേട്ടോ ഇങ്ങോട്ടൊക്കെ കൂടുതൽ. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് ടൂറിസ്റ്റുകളുടെ ഒരു അതിപ്രസരം അറിയാൻ പറ്റും. ബസ് സ്റ്റാൻഡ് കൂടുതലായിട്ടും ടൂറിസ്റ്റ് എല്ലാം വന്നിറങ്ങുന്നതും പോകുന്നതും. ഇവിടുത്തെ ഒരു സെന്റർ ഓഫ് ട്രാൻസ്പോർട്ട് ഇത് തന്നെയാണ് കേട്ടോ. ഇതാണ് കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡ്. ഇതുപോലെ വലിയ വണ്ടികളൊക്കെ ബുക്ക് ചെയ്ത് ബാംഗ്ലൂരിൽ നിന്നും അങ്ങനെയൊക്കെ വരുന്നതാണ് കൂടുതലും ടൂറിസ്റ്റുകളും. ഇത് ബസ് സ്റ്റാൻഡിന്റെ സൈഡിലുള്ള ഷോപ്സ് ആണ് കേട്ടോ. നീ പേടിക്കാതെ അവിടെ എടുത്തു അതിനെടുത്തു. അത് പേടിച്ചോടി പോട്ടോ. വണ്ടി നമ്മൾ കൊണ്ടുവന്ന് ഒതുക്കി കിടക്കാനുള്ള പരിപാടികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളിത് ആ കാണുന്നത് ലേക്കാട്ടോ, കൊടൈക്കനാൽ ലേക്കാണ് കണ്ടോണ്ടിരിക്കുന്നത്. ദേ നമ്മള് ലേക്കിന്റെ മേളിൽ നിന്ന് എങ്ങനെ കയറി വന്നു. ഏകദേശം നമ്മൾ പൈൻ വാലി പോകുന്ന റൂട്ടിൽ കയറി വന്നിട്ട് ഇവിടെ ഇപ്പോൾ റോഡ് സൈഡിൽ നമ്മൾ വണ്ടി ഒതുക്കിയൊക്കെ ഇന്ന് രാത്രി ഇവിടെ ആട്ടോ സ്റ്റേ ചെയ്യുന്നത്.
താഴെ ജംഗ്ഷൻ ടൗണിലൊക്കെ പോയിട്ട് ഭയങ്കര ക്രൗഡാണ്. അതുപോലെ പമ്പിൽ ഫ്യൂൽ സ്റ്റേഷനിലൊന്നും സ്ഥലമൊന്നുമില്ല, വണ്ടി ഇടാനുള്ള സൗകര്യമൊന്നുമില്ല. അങ്ങനെ നമ്മൾ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് ഒതുക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇന്ന് ഇതാ യൂക്കാലിപ്സ് പറയാമെന്ന് തോന്നുന്നു കേട്ടോ. ബാക്കിൽ അത് അക്യൂഷിയാണോ? യൂക്കാലി അല്ല, അക്യൂഷിയാന്ന് തോന്നുന്നത്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി നമ്മളിവിടെയാണ് ഉറങ്ങുന്നത്. ഇവിടെ നോക്കിയാൽ ആ ലേക്കിൻ്റെ കൊടൈക്കനാൽ താഴെ ആ ടൗണിൻ്റെ എല്ലാം ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കേട്ടോ. അടിപൊളി. ഇത് അങ്ങോട്ട് നോക്കിയാൽ ഈ കാണുന്ന ലേക്കാട്ടോ, ഇവിടെ കാണുന്നത് ലേക്കാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. എനിക്ക് കുഴപ്പമില്ല. ഇത്തു തണുത്ത് കുറച്ച് നാശമായിട്ട് വണ്ടിക്കകത്ത് കയറിയിരിപ്പുണ്ട് വെളിയിൽ ഇറങ്ങാതെ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ബൈ.